100 വർഷം മുമ്പ് സ്ഥാപിക്കപ്പെട്ട തിരുമുടിക്കുന്ന് ലെപ്രസി ഹോസ്പിറ്റൽ. ഇത് ബ്രിട്ടീഷുകാരായിട്ട് സ്ഥാപിച്ചതാണ്. ഈ മനുഷ്യരൊക്കെ മരിച്ച് മണ്ണടഞ്ഞ് അവരുടെ ഓർമ്മക്കുറിപ്പായിട്ട് അവശേഷിക്കുന്നത് ഈ കല്ലറകളാണ്. ഇതിൽ തന്നെ 75-80 വർഷം പഴക്കമുള്ള കല്ലറകളുണ്ട്. ക്രിസ്ത്യൻ സെമിട്രിയാണ് തിരുമുടിക്കുന്ന് ലെപ്രസി ഹോസ്പിറ്റലിൽ. ക്രിസ്ത്യൻ പള്ളി തന്നെ 2 ഉണ്ട്, മുസ്ലിം പള്ളിയുണ്ട്, ഹൈന്ദവ ക്ഷേത്രമുണ്ട്. ഒരു കാലത്ത് 2000-ഓളം പേഷ്യൻസ് ഉണ്ടായിരുന്നൊരു ഹോസ്പിറ്റലാണ്. ഇന്നത് ഗാന്ധിഗ്രാം ത്വക്ക് ആശുപത്രിയായിട്ട് മാറി. ലെപ്രസി ഇറാഡിക്കേറ്റ് ചെയ്തു. സന്തോഷം. 50ഓളം ലെപ്രസി പേഷ്യൻസ് മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. ഇതിപ്പോൾ ഈ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സെമിത്തേരിയിലേക്ക് വന്നത്. എത്രയോ മോഹങ്ങളായിട്ട് രോഗം തീരുമെന്നുള്ള വിശ്വാസത്തിൽ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നു. ഇവിടെ തന്നെ അവരുടെ അന്ത്യവിശ്രമം. പക്ഷേ അവരൊക്കെ ആ കാലഘട്ടത്തിൽ സന്തോഷിച്ചിട്ടുണ്ടാവും. കാരണം എൻ്റെ ഓർമ്മയിൽ നല്ലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ ഹോസ്പിറ്റൽ. 2000 പേഷ്യൻസ് ഉണ്ടെങ്കിലും നല്ല ഒത്തൊരുമ ഉണ്ടായിരുന്നു അവർ തമ്മിൽ. ജാതിമത ഐക്യമുണ്ടായിരുന്നു. ഈ സെമിത്തേരി എന്ന് പറയുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. എൻ്റെ ബാല്യകാലത്തിലേക്കും കൗമാരത്തിലേക്കും ഒക്കെ ഉള്ളൊരു ഓർമ്മപ്പെടുത്തൽ. എന്തായാലും ഈ മനുഷ്യർക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് ഇത് ഞാൻ നിങ്ങളെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുകയാണ്. 1930-കളിലാണ് 28-ലാണ് ഈ ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഏകദേശം 98 വർഷമായി. ഇത് ഈ കാണുന്നത് RC പള്ളിയാണ്. ഈ പള്ളി പണിതിട്ടൊരു 60 വർഷമായിട്ടുള്ളൂ. പക്ഷേ യാക്കോബായ പള്ളിയുണ്ട്, അത് പണിതിട്ട് 1932 പണിതാണ്. ഇതിൻ്റെ പിന്നിൽ കാണുന്ന ഷീറ്റ് മേഞ്ഞ സ്ഥലമാണ്. അവിടെ ഇവരുടെ ഫ്യൂണറൽ ഫംഗ്ഷനൊക്കെ വേണ്ടി ബോഡി കൊണ്ടുവന്ന് വെച്ചിട്ട് ആ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകാറുള്ളൂ. ഈ ക്രിസ്ത്യൻ പള്ളി വളരെ മനോഹരമായ സ്ഥലത്താണ്. ഇത് ശരിക്കും ഒരു 110 ഏക്കറോളം സ്ഥലമുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള ലെപ്രസി പേഷ്യൻസിനെയൊക്കെ മൊബിലൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്കായിട്ട് മാറ്റി. ഇപ്പോൾ ഏകദേശം ഒരു 10-30,000 സ്ക്വയർ ഫീറ്റുള്ള എല്ലാ സൗകര്യങ്ങളുള്ളൊരു കെട്ടിടം പണിതിട്ട് 100ഓളം പേഷ്യൻസിനെ അതിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 10-90 ഏക്കർ സ്ഥലത്തോളം ഇനി ഇവിടെ ബാക്കിയായിട്ട് വരാണ്. ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും പ്രൊജക്റ്റുകൾക്ക് പറ്റിയൊരു സ്ഥലമാണ്. പക്ഷെ ഒപ്പം നിൽക്കുന്നത് ഇവിടെ ഈ ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും അതേപോലെ ക്ഷേത്രമൊക്കെ ഉണ്ട്. അത് പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഞങ്ങളുടെയൊക്കെ ആവശ്യം. കാരണം ഈ കണ്ടല്ലോ, 100 വർഷത്തോളം പഴക്കമുള്ള കല്ലറകളും ആരാധനാലയങ്ങളും എല്ലാവരും മനസ്സിൽ പ്രതിഷ്ഠിച്ചു പോയി. ഇനി അതൊരിക്കലും നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ആ സ്ഥലമെങ്കിലും ഇവിടുത്തെ വിശ്വാസികൾക്കായിട്ട് വിട്ടുകൊടുക്കണം. ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രോപ്പർട്ടിയാണല്ലോ. അപ്പോൾ ജനങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് സർക്കാർ ഇതൊരു ആവശ്യമായിട്ട് തന്നെ കാണണം, വികാരം ഉൾക്കൊള്ളണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും അത് സർക്കാർ കൈവിടില്ല, ഉറപ്പായിട്ട് കൈവിടില്ല. എല്ലാവർക്കും നന്മ വരട്ടെ.